അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാനവകുലത്തിന് ദിശാബോധം നൽകുവാനും ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാനും മുൻഗാമികളുടെ ജീവചരിത്രത്തിലെ സുപ്രധാന ഏടുകൾ ഖുർആൻ എടുത്തുദ്ധരിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഹൃദയഹാരിയായ ഒരു ചരിത്രം നമുക്ക് കേൾക്കാം. സംഭവം നടക്കുന്നത് അന്ന് മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ. അന്നവിടെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഒരു മരണം നടന്നു. അത് കൊലപാതകമാണെന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ ഘാതകനെ കണ്ടെത്താൻ കഴിയാതെ പരസ്പരം കുറ്റം ആരോപിക്കാൻ തുടങ്ങി. വിഷയം രൂക്ഷമായപ്പോൾ അവർ മൂസാ നബിയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, നിങ്ങൾ ഒരു നബിയല്ലേ, ഞങ്ങളുടെ ഈ വിഷയത്തിൽ ഒരു പരിഹാരം നിർദ്ദേശിക്കണം. മൂസാ നബി ഇത് അള്ളാഹുവിനോട് പരാതിപ്പെട്ടപ്പോൾ അവരോട് ഒരു പശുവിനെ അറുക്കാൻ അള്ളാഹു കൽപ്പിച്ചു. കൊലപാതകിയെ കണ്ടെത്താൻ പശുവിനെ അറുക്കുകയോ എന്ന് ചോദിച്ച് അവർ പരിഹസിച്ചു. എങ്ങനെയുള്ള പശുവിനെ അറുക്കണം, ഏത് നിറമായിരിക്കണം എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. അള്ളാഹുവിന്റെ മറുപടി വന്നു. നില മുഴുവാനോ മറ്റോ ഉപയോഗിച്ചിട്ടില്ലാത്ത സൂര്യരശ്മി പതിക്കുമ്പോൾ സ്വർണ്ണ നിറത്താൽ തിളങ്ങുന്ന അധികം വലുതോ ചെറുതോ അല്ലാത്ത ലക്ഷണമൊത്ത പശുവായിരിക്കണം. അവർ പശുവിനെ അന്വേഷിച്ചിറങ്ങി. അവസാനം അങ്ങനെ ഒരു പശുവിനെ അവർ കണ്ടെത്തി. സ്വാലിഹായ ഒരു മനുഷ്യന്റെ യതീമായ ഒരു മകനായിരുന്നു പശുവിന്റെ ഉടമ. ഉപ്പ മരിക്കുമ്പോൾ തന്റെ മകനുള്ള അനന്തര സ്വത്തായി അദ്ദേഹം അള്ളാഹുവിനെ തവക്കുലാക്കി കാട്ടിൽ വിട്ടതായിരുന്നു പശുവിനെ. കുട്ടിക്ക് പ്രായപൂർത്തിയായപ്പോൾ ഉമ്മയുടെ കൽപ്പന പ്രകാരം കാട്ടിൽ നിന്നും പശുവിനെ തിരിച്ചു കൊണ്ടുവന്നു. ഉമ്മയോട് സമ്മതം വാങ്ങിച്ച പശുവിനെ വിൽക്കാൻ ചന്തയിൽ പോയി. ഉമ്മ പറഞ്ഞു, വില ഉറപ്പിച്ചാൽ എന്നോട് ചോദിക്കാതെ വിൽക്കരുത്. വഴിമധ്യേ ഒരാൾ പശുവിൻ വില പറഞ്ഞു. അപ്പോൾ യുവാവ് പറഞ്ഞു, ഞാൻ ഉമ്മയോട് സമ്മതം ചോദിച്ചു വരാം. ഉമ്മയുടെ അടുക്കൽ ചെന്ന് സമ്മതം വാങ്ങി തിരിച്ചു വന്നപ്പോൾ അതേ ആൾ അല്പം വില കയറ്റി പറഞ്ഞു. അപ്പോൾ ആ മകൻ പറഞ്ഞു, ഞാൻ ഉമ്മയോട് സമ്മതം ചോദിച്ചിട്ടേ വിൽക്കൂ. വീണ്ടും അവൻ തിരിച്ചുപോയി. ഉമ്മ പറഞ്ഞു, മോനെ, അത് നിന്നെ പരീക്ഷിക്കാൻ വന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഇതിനെ എന്ത് വിലക്ക് വിൽക്കണം എന്ന് അന്വേഷിക്കണം. ആ മകൻ ഉമ്മ പറഞ്ഞ പോലെ തിരിച്ചു വന്ന് ചോദിച്ചു. അത് മനുഷ്യരൂപത്തിൽ വന്ന മലക്കായിരുന്നു. ആ മലക്ക് പറഞ്ഞു, ഇതിന്റെ തുകൽ നിറയെ സ്വർണമാണ്, നീ ഇതിന്റെ വിലയായി വാങ്ങേണ്ടത്. അങ്ങനെ തർക്കക്കാരും ചോദ്യം ചെയ്തുകൊണ്ടിരുന്നവരുമായ ആ ജനത കനത്ത വില കൊടുത്ത് ആ പശുവിനെ വാങ്ങേണ്ടി വന്നു. പ്രിയമുള്ളവരെ, ഈ പശുവിന്റെ ഒരു ഭാഗം മരിച്ച വ്യക്തിയുടെ ദേഹത്ത് കൊണ്ടുചെന്ന് അടിച്ചപ്പോൾ അയാൾ പുനർജീവിച്ച് കൊന്ന വ്യക്തിയെ പറഞ്ഞു കൊടുത്ത ശേഷം വീണ്ടും മരണത്തിന് കീഴടങ്ങി. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞ ഈ കഥയിൽ നമുക്ക് ധാരാളം ഗുണപാഠങ്ങളുണ്ട്. 1. വലിയവർ നമ്മോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ മറുചോദ്യമില്ലാതെ ചെയ്യുക, അതിൽ ബറക്കത്തുണ്ട്. 2. ഉമ്മയുടെ വാക്കുകൾ അതേപടി അനുസരിച്ചാൽ വലിയ നേട്ടങ്ങൾ പിന്നീട് നമ്മെ തേടി വരും. എന്റെ കൊച്ചു കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.